എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. വെറും 10 മിനിറ്റിൽ നമുക്കൊരു പൊരിച്ച ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ? കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈസിയായി റെഡിയാക്കി എടുക്കാം. നല്ല ക്രഞ്ചിയാണ്, നല്ല ക്രിസ്പിയാണ്, ചൂട് ചായയിൽ മുക്കി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ കാണാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതേ സെയിം അളവിൽ തന്നെ 1 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. ഇതിലെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് എടുത്താൽ മാത്രം മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/3 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ പൊടികൾ എല്ലാം തന്നെ നല്ല യോജിച്ച് വരണം, അതുവരെ മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലൊരു ബ്രെഡ് ക്രംസിൻ്റെ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. പിന്നെ ഇതിലോട്ടേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം, മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുഴക്കുമ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. 10 മിനിറ്റ് ശേഷം നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കയ്യിലൊരൽപ്പം ഓയിൽ തടവിയ ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മറ്റേ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആകുമ്പോൾ നമുക്കിതെല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണം, അതുവരെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ. 2 ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ചൂയായിട്ടാണ് ഉണ്ടാവുക, അത്ര ഹാർഡാവില്ല. പക്ഷേ കൂളായി കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല ചൂട് ചായയിൽ മുക്കി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.